ഹലോ. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് 1 കിലോ പഴം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നേന്ത്രപ്പഴം. അപ്പൊ അത് ഏതായാലും ഈ റമദാൻ മാസത്തിൽ അങ്ങനെ ഇരിക്കുള്ളൂ, എന്തെങ്കിലും കാട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ വേഗം തന്നെ വെട്ടി നുറുക്കിയിട്ട് എന്തുണ്ടാക്കി, പഴംപൊരി അങ്ങനെ ഉണ്ടാക്കി. അപ്പൊ പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 2 ഭാഗമാക്കി. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ സാധനം, അതായത് നമ്മുടെ ബീഫ് കറി കൂട്ടി കഴിക്കണം. മറ്റേതൊരു വെറൈറ്റി സാധനമാണ്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ ഈ പഴംപൊരിയും ബീഫ് കറിയുടെ സംഭവം പറയാം. ഈ ബീഫ് കറി എന്ന് പറയുമ്പോൾ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ കിട്ടില്ലേ, കുറച്ച് എരിവ് കൂടിയിട്ട് കൊള്ളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കിടുക്കൻ ബീഫ് കറി, ആ രീതിക്കാണ് നമ്മൾ ഈ ബീഫ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എരിവുള്ള ബീഫ് കറിയും നമ്മുടെ ഈ പഴംപൊരിയുടെ ആ ഒരു മധുരമുള്ള ആ ഒരു പീസും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഫസ്റ്റൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെയാണ് ഈ മധുര എരിവും കൂടിയിട്ട് കൂടിച്ചേരുക, പക്ഷെ കഴിക്കുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല, അടിപൊളി സാധനമാണ്. അപ്പോൾ ഏതായാലും ബീഫും പഴംപൊരി അടിപൊളിയാണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ കുറച്ച് മിസ്റ്റീരിയസ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.